തുഷാരഗിരി ഹണി റോക്ക് റിസോർട്ട്സ്. ഇങ്ങനെ പറയാം, മലബാറിലെ തന്നെ റിസോർട്ടുകളുടെ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് അലിഞ്ഞു നിൽക്കുന്ന റിസോർട്ടുകളുടെ മുതുമുത്തശ്ശി എന്ന് പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25 വർഷങ്ങളുമായിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനൊരു റിസോർട്ട് തുടങ്ങിയിട്ട്. ഏകദേശമാണ് കേട്ടോ. അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇതിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പം എന്തിനെ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പോലും മനസ്സിലായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, റിസോർട്ടുകളുടെ കാലത്ത് നമ്മുടെ മലബാറിലെ അല്ലെങ്കിൽ തുഷാരഗിരിയിലെ മുൻപേ പറഞ്ഞ പക്ഷിയാണ് ഹണി റോക്ക് റിസോർട്ട്. ഇന്നും ആ പ്രകൃതിയുടെ നന്മയും പ്രകൃതിയുടെ എന്താ പറയുക ലാളിത്യവും ഏറ്റവും മനോഹരമായി പ്രിസർവ് ചെയ്തുകൊണ്ട് ആണ് ഈ റിസോർട്ട് നിലകൊള്ളുന്നത്. സാധാരണക്കാർക്ക് അവരുടെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും മിനിമം എന്താ പറയുക റേറ്റിൽ മാക്സിമം എൻജോയ്മെൻറ്റ് നൽകുന്ന ഒരു തറവാടിത്തമുള്ള പ്രോപ്പർട്ടിയാണ് ഹണി റോക്ക് റിസോർട്ട്. വ്യക്തിപരമായിട്ട് ഞാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രസ്ഥാനം കൂടി ആയതുകൊണ്ട് തന്നെ ഹണി റോക്ക് റിസോർട്ടിനോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടും ഒത്തിരി ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെയുണ്ട്. നമ്മുടെ റെജിമത്തായുടെ സുഹൃത്തുക്കൾ, ഗൾഫിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത അവരെല്ലാം കൂടെ വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടുന്ന ഒരു ദിനമാണ്. ഇന്നലെ വൈകിട്ട് വന്നു. ഇന്നിപ്പോൾ അവർ ഒരു 10 മണിയാകുമ്പോൾ 10-10:30 പിരിയും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹണി റോക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഇതിൻ്റെ തന്നെ മനസ്സിലായ ഷെല്ലിയുണ്ട്. ഷെല്ലി പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ടേ ഒരു പക്ഷേ എനിക്കൊരു 10-12 വയസ്സുള്ളപ്പോൾ തൊട്ട് അറിയാവുന്ന ഒരു സീനിയർ ചേട്ടനാണ്. ഷെല്ലിയുടെയും കുടുംബത്തിൻ്റെയുമാണ് ഈ പ്രോപ്പർട്ടിയും ഈ റിസോർട്ടും ഇവിടെയുള്ള ഈ ഏരിയ തന്നെ അവരുടെ കുന്നേക്കാരാന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ജനകീയരായ നല്ല കുറേ മനുഷ്യർ നടത്തുന്ന വ്യക്തിത്വം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണത്. നമുക്കൊന്ന് ഹണി റോക്കിലേക്ക് കയറാം. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ അറിയാമല്ലോ, ഒന്നാമളേൻ്റെ മുകളിൽ ചിപ്പിലിത്തോടും തിരിഞ്ഞ് തുഷാരഗിരി പാലവും കഴിഞ്ഞ് വെള്ളച്ചാട്ടവും കഴിഞ്ഞ് താഴേക്ക് നമ്മൾ വരുമ്പോൾ ചെമ്പുഴ ഭാഗത്തേക്ക് വരുമ്പം റോഡിൻ്റെ ഇടതുവശത്തായി നമുക്കൊരു ബോർഡ് കാണാം. ചെറിയ ബോർഡാട്ടോ, ഇന്നത്തെ പോലെ സോക്കോൾഡ് ഇപ്പോഴത്തെ വലിയ ഷോ ഓഫ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ബോർഡ്, ഹണി റോക്ക് റിസോർട്ട് തുഷാരഗിരി എന്ന്. നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം ഇവിടെ എന്തൊക്കെ കാണുന്നത്. ശരിക്കും ആക്ച്വലി ഈ പ്രോപ്പർട്ടി ശരിക്കും ഇവരുടെ കുന്നക്കാരുടെ കുടുംബക്കാരുടെ അവരുടെ ആദ്യങ്ങൾ കുടിയേറ്റ കാലത്ത് ഇവിടെ കാപ്പിയും കുരുമുളകും കപ്പയും ഒക്കെ വെച്ച് റബ്ബറൊക്കെ കൃഷി ചെയ്തൊരു സ്ഥലമാണ്. അപ്പം തുഷാരഗിരി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, തുഷാരഗിരി വന്ന വഴി തുഷാരഗിരി എങ്ങനെ ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തുഷാരഗിരി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അന്നത്തെ കാരണവന്മാരുടെ കുന്നേ കുട്ടപ്പഞ്ചേട്ടൻ്റെയും സണ്ണി സാറിൻ്റെയും പോലെ ഏറ്റവും ഇളയവനായ ഷെല്ലിയുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ. അങ്ങനെ അവരുടെ എന്താ പറയുക ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. പറഞ്ഞതുപോലെ വലിയ ഹൈഫൈ പ്രതീക്ഷിക്കരുത്, എന്നാൽ പ്രകൃതിയുടെ നന്മകൾ പ്രകൃതിയുടെ നന്മയുടെ ധാരാളത്വം ആവോളമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച കോൺക്രീറ്റ് സൗധങ്ങളുടെ ധാരാളത്വമോ എന്താ പറയുക സോക്കോൾ ഷോ ഓഫിൻ്റെ ധാരാളത്വം പ്രതീക്ഷിക്കരുത്. പക്ഷേ നിങ്ങൾ പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പ്രകൃതിയുടെ മടുത്തിലേക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇവിടെ വരണം. അത്ര മനോഹരമായ സ്ഥലമാണ് നമ്മുടെ തുഷാരഗിരിയിലെ ഹണി റോക്ക് റിസോർട്ട്. നമ്മുടെ ചില ഗസ്റ്റുകൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് വണ്ടി ഒന്ന് റിവേഴ്സ് നോക്കട്ടെ. നമ്മൾ ഹണി റോക്ക് റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ് നമ്മൾ ആദ്യം കടന്നത്. താഴെ നമ്മളിപ്പം നിർത്തിയ സ്ഥലം പാർക്കിംഗ് ഏരിയയാണ്. 2-3 പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ താഴത്തെ പാർക്കിംഗ് ഏരിയ നമ്മൾ കണ്ടത്. ദെൻ നമ്മളൊരു ചെറിയൊരു വയനാട് ചുരത്തിൻ്റെ ഒരു ഓർമ്മ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു എന്താ പറയുക വളവ് കടന്ന് നമ്മളിതാ റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തുകയാണ്. റിസപ്ഷൻ ആൻഡ് റെസ്റ്റോറൻറ്റ് ഏരിയ ആണിത്. ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കായ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് ആൻഡ് റിസപ്ഷൻ ഏരിയ ആണ്. ദെൻ ഇവിടെ മുകളിൽ ഹോളുണ്ട്. ഹോളിൽ നമ്മുടെ ടീമുകളുണ്ട്. നമുക്കൊന്ന് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാം.
ഹണി റോക്കിലെ എല്ലാ ആംബിയൻസ് നമ്മൾ കണ്ടു, പ്രകൃതിയും കണ്ടു. പക്ഷേ ഇവിടുത്തെ ഒരു താമസ സ്ഥലം കണ്ടേ, ബെഡ്റൂമെന്ന് കണ്ടേ. നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണല്ലോ നമ്മുടെ സ്വകാര്യതയെ എത്ര സൗകര്യങ്ങൾ ഇവിടുത്തെ ബെഡ്റൂമുകൾ കൊണ്ടെന്ന് അറിയണ്ടേ. അപ്പം നമുക്കൊന്ന് ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് കയറി നോക്കാം. ഇവിടെ അമലുണ്ട്, ഇവിടെ നമ്മുടെ കസ്റ്റോഡിയൻ. അപ്പോൾ അമൽ, നമുക്ക് ഏത് റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഉള്ളത്? ആയിക്കോട്ടെ. അങ്ങനെ കൊക്കത്തോട്ടത്തിനുള്ളിൽ അല്ലേ, പ്രകൃതിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്കൊപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. കട്ടിച്ചീവീടുകൾ ശബ്ദം കേൾക്കുന്നില്ലേ? അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. യെസ്, നോക്കൂ, ഇതാണ് ഹണി റോക്ക്. മനോഹരമായ ബെഡ്റൂം, അതിമനോഹരമായൊരു ബാൽക്കണി. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഇത് കണ്ടോ, ഇരിക്കാം. ഇവിടെ താഴെ കുറേ ഫേൺസ് കാണാം, കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ കൊക്കത്തോട്ടത്തിനുള്ളിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മരമുണ്ട്, ദൂരെ നമുക്ക് ശബ്ദം കേൾക്കാം. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പക്ഷികളുടെയും പ്രകൃതിയുടെയും ശബ്ദങ്ങൾക്കപ്പുറം ഒരു പുഴയൊഴുകുന്ന ശബ്ദം കേൾക്കാം. ചാലിപ്പുഴയാണത്. തുഷാരഗിരി മലനിരകളിൽ നിന്നും ആർത്തലച്ച് താഴേക്ക് വീഴുന്ന ആ പുഴ ശാന്തമായി ഒഴുകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇവിടെ ഇരുന്ന് ആ പ്രകൃതിയുടെ കാട്ടുജീവികളുടെയും കിളികളുടെയും ശബ്ദത്തോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ചാലിപ്പുഴയുടെ ആ മനോഹര എന്താ പറയുക, ആ ഒരു സിംഫണി എന്ന് പറയാം അല്ലേ, അതും കേട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്, കൂടെ സന്ധ്യയാൽ കോടയും നമ്മളെ ആലിംഗനം ചെയ്യുന്ന ഈ ഒരു ഫീലല്ലേ. ഇതാണ് ഹണി റോക്ക് നമുക്ക് നൽകുന്നത്. ഇതൊരു പക്ഷേ ഇന്ന് തുടങ്ങിയതല്ല, ഒരു 20-25 വർഷമായിട്ട് ഈ നാടിൻ്റെ നന്മയാണിത്. ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്, അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ളത്, ദെൻ ടോയ്ലറ്റ്. അപ്പോൾ വളരെ മനോഹരമായ, വളരെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസും ആമിനിറ്റീസുമാണ് നമുക്ക് ഹണി റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിയാൽ ബെഡ്റൂം, ദെൻ ഒരു ബാൽക്കണി, മനോഹരമായ ബാൽക്കണി, താഴെ മനോഹരമായ പച്ചപ്പ്. ആ ദൂരെ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ആ മലകൾ കയറിയാണ്, ആ ചുരത്തിലൂടെയാണ് വയനാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഒറ്റത്തിൽ പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളുടെ മറുപുറത്താണ് വയനാട് എന്ന് പറയാം. കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരുപക്ഷെ മറുപുറമായി വരുന്നത് വയനാട് എന്നുള്ളത് ഒരു ഭൂമിശാസ്ത്രമാണ്, നമുക്കെല്ലാം അറിയാവുന്ന ഭൂമിശാസ്ത്രമാണത്. വയനാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ പശ്ചിമഘട്ട മലനിരകൾ ഇറങ്ങി തന്നെ നമ്മൾ കൽപ്പറ്റ എത്തുക. അപ്പോൾ ഈ പശ്ചിമഘട്ട നിരകളുടെ ഇവിടെ അല്പം ഒന്ന് സൂം ചെയ്താൽ ഈ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന തുഷാരഗിരിയുടെ എല്ലാ നന്മകളും എല്ലാ ആംബിയൻസും ഒരുപോലെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഹണി റോക്ക് റിസോർട്ട് എന്ന് പറയാം. എന്താ പറയുക, റിസോർട്ടുകളുടെ മുത്തശ്ശി അല്ലേ. ഹണി റോക്ക് റിസോർട്ട്. ഈ ഹണി റോക്ക് റിസോർട്ട് എന്നുള്ളത് ഞങ്ങൾ പഴയ ആൾക്കാർക്കൊക്കെ ഇത് പഴയ ജീരപ്പാറയുടെ മുകളിലുള്ള ഒരു പഴയ വെള്ളച്ചാട്ടമായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ യൂറോപ്യൻസ് വന്നിട്ട് ഇവിടുത്തെ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് തുഷാരഗിരി എന്നൊക്കെ അവർ പേരിട്ടു. അങ്ങനെ
ഒരു കാലത്ത് ഒരു പക്ഷേ ഏറ്റവും ഈ ഭാഗത്ത് ഏറ്റവും എന്താ പറയുക ഏറ്റവും അണ്ടർ ഡെവലപ്ഡായ പ്രദേശമായിരുന്നു ജീരാപ്പാറയും ഇന്നത്തെ തുഷാരഗിരിയൊക്കെ. ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം കണ്ടെത്തി, സായിപ്പ് കണ്ടെത്തി, അതിനുശേഷം ആണ് ഈ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറിപ്പോയി. മലബാറിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു റിസോർട്ട് എന്ന ആശയം നമ്മുടെ ഈ ജീരാപ്പാറയിൽ അല്ലെങ്കിൽ തുഷാരഗിരിയിൽ കൊണ്ടുവന്നത് കുന്നേൽ ഫാമിലിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായ ഷെല്ലി നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഷെല്ലി സാറേ, ഇത് പക്ഷേ ഈ കഥ ഒന്ന് പറയാമോ? ഇവിടെ റിസോർട്ടിന് ആശയം വന്നതും അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ്സ് ഒന്ന് പറയാമോ? നമ്മൾ വളരെ മുമ്പ് തുടങ്ങിയ ഒരു റിസോർട്ടാണ് ഇത് ഹണി റോക്ക് എന്ന് പറഞ്ഞത്. ഹണി റോക്ക് എന്ന് പേരിട്ടത് തന്നെ നമ്മുടെ തേമ്പാറ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം, മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിന് അപ്പുറത്ത് കുറച്ചുകൂടെ അപ്പുറത്ത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിന് തേമ്പാറ എന്നാണ് പറയുക. അവിടെ തന്നെ അവഞ്ഞിത്തോട് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇപ്പം ആക്സസ് ഉണ്ടോ? അത് നമുക്ക് വേനക്ക് ട്രക്കിങ്ങിനാണ് അങ്ങോട്ട് പോകുന്നത്. പെർമിഷൻ. അതായത് നമ്മളിവിടെ അടുത്ത് 3 വെള്ളച്ചാട്ടം അടുത്തടുത്തുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്നും കുറേ ദൂരമുണ്ട്. ഒരു 5 കിലോമീറ്ററോളം ഫോറസ്റ്റ് കൂടെ നടന്നിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ഭയങ്കര വയനാടൻ മലനിരകളുടെ താഴ്വാരെന്ന് പറയാം. വളരെ വളരെ എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് നമ്മൾ ഹണി റോക്ക്. തേൻപാറയാണ് ഹണി റോക്കായി മാറിയത്. തേൻപാറയെ നമ്മളൊന്ന് ആംഗലേയവൽക്കരിച്ചതാണ്. ഒരു 10-20 വർഷം മുമ്പ് നമ്മൾ നല്ല സ്റ്റാർട്ട് ചെയ്തതാണ് ഹണി റോക്ക് റിസോർട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര പേർക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്? 30 പേർക്കാണ്. നമ്മൾ വലിയ ഇതായിട്ടില്ല. എത്ര കോട്ടേജുകളുണ്ട്? 7 കോട്ടേജും പക്ഷേ ഒരു 20 ഏക്കറോളം സ്ഥലമുണ്ട്. അതായത് സാധാരണ റിസോർട്ട് എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥലത്ത് എന്താ പറയുക, വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. ഇഷ്ടം പോലെ വരുന്നവർക്ക് വളരെ ഹാപ്പി ആയിരിക്കണം. കാരണം ഇഷ്ടമായ ഏരിയ ഉണ്ട്. ഇതിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളുണ്ട്, പൂള്, അല്ല എല്ലാ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെറിയ അധികം റൂമുകളില്ല, എണ്ണം കുറവാണ്, നമ്പേഴ്സ് കുറവാണ്. കൂടുതൽ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രകൃതി അലിഞ്ഞിരിക്കാൻ ചേർന്നിരിക്കാൻ പറ്റും. നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് അധികം ഡെവലപ്പ് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തുടരാൻ തീരുമാനിച്ചിരിക്കുക. വെരി ഗുഡ്. പലപ്പോഴും ഇതാണ് നമ്മളെല്ലാം ചെയ്യുന്നതല്ല, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ബിൽഡിംഗ് പണിതിട്ട് കോൺക്രീറ്റ് സൗധങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളിപ്പോഴും ആ പ്രകൃതി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പണ്ട് ഇത് നമ്മൾ പണ്ട് കപ്പയും കാപ്പിയും നട്ട പ്രദേശത്തെ നമ്മളൊന്ന് ചേട്ടന്മാരും എല്ലാവരും സ്ഥലമുണ്ട് ഇവിടെ. ഇതൊരു മാറ്റം വരുന്നത് നമ്മൾ തലമുറകളായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എനിക്കും വ്യക്തിയോട് പറഞ്ഞാൽ പപ്പായൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. ഇവർ കാരണവന്മാരൊക്കെ ഒരുമിച്ചാണ് കുടിയേറിയ ഒരു ബന്ധങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുടിയേറ്റക്കാരൻ്റെ എല്ലാ പ്രകൃതി നന്മയും നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലേ അത് വരുന്നവർ ഹാപ്പി ആവണം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തിയെ പറയാനുള്ളൂ. ഒരു പക്ഷേ ഏറ്റവും റീസണബിളായ റേറ്റിലാണ് നമ്മുടെ ഈ ഹണി റോക്കിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം മറ്റു പലയിടത്ത് പോയാലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മിനിമം 5,000 to 10,000 റുപ്പീസ് ആവും ഒരു റൂമിന് സാധാരണ. അതേസമയം ഏറ്റവും റീസണബിളായ റേറ്റിലാണ് നമുക്ക് ഷെല്ലിയും ടീമും നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. സാധാരണക്കാരായ എന്താ പറയുക, ഈവൻ ഒരാഴ്ചത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞിട്ട് ഒരു ഞായറാഴ്ച ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് കരുതിയാൽ അതിനുള്ള ഏറ്റവും മിനിമം റേറ്റിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നോട്ട് ഹണി റോക്കിൻ്റെ ഏറ്റവും മനോഹാരിത. കൊടുക്കുന്ന പണത്തിന് അതിൽ കൂടുതൽ മൂല്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് എനിക്ക് പറയാം. എൻ്റെ അനുഭവം അതാണ് കേട്ടോ. അപ്പം എനിവേ താങ്ക് യു ശ്രീലി, താങ്ക് യു സാർ. തുഷാരഗിരിയുടെ സൗന്ദര്യമൊക്കെ പറഞ്ഞ് ഈ നടവഴികളിലൂടെ നടന്നു വന്നാൽ നമ്മളെത്തുക ഇവിടെ ഒരു മനോഹരമായ ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള ഏരിയയാണ്. ശരിക്കും കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബങ്ങൾ ഇമ്പമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ തുഷാരഗിരിയുടെ തണുപ്പിനെ ഒന്ന് ഓവർകം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ആഗ്രഹം വരുന്നത്, ഒരു 3 തലമുറ, ഒരു വല്യച്ഛനും വല്യമ്മയും അല്ലേ, ഭാര്യയും ഭർത്താവും മക്കളും, 3 തലമുറ കൊച്ചുകുട്ടികൾ ഇവിടെ ഓടിക്കളിച്ച് അവരുടേതായ തമാശകളുമായിട്ട് ഇങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്ത് 3 തലമുറ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സീനാണ്. കൊള്ളാമല്ലേ? ഇവിടുന്ന് മുകളിലേക്ക് പോയി എത്തുക സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂളിലെ കാഴ്ച അതിമനോഹരമാണ്. അങ്ങനെ ഹണി റോക്ക് റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് എത്തുകയാണ്. 2 ചേട്ടന്മാർ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ആരൊക്കെയോ വെള്ളത്തിൽ ചാടുന്നുണ്ട്. അവിടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ. അവിട്ടം തിരുന്നാൾ ആരോഗ്യ ശ്രീമാന്മാർ ചാടുകയാണ്. അടിപൊളി. യെസ്,
ആഹാ, സൂപ്പർ, കൊള്ളാം കൊള്ളാം കൊള്ളാം. എങ്ങനെയുണ്ട്? ഹണി റോക്ക് സോണിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എന്താ പറയുക ഏരിയയാണ് ഇവിടുത്തെ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ ഏറ്റവും മുകളിലാണ് ഉള്ളത്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഒത്തിരി പ്രത്യേക വൈബാണ്. അതിനേക്കാളുപരി മരങ്ങളും പ്രകൃതിയും അതിന് നിൽക്കുന്ന സ്വകാര്യത നൽകുകയാണ്. സാധാരണ ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂളിന് ചുറ്റും വലിയ മധുരം കെട്ടി അടച്ചിടുക ചെയ്യുക. ഇവിടെ ഇതിന് പ്രകൃതി തന്നെ അല്ലെങ്കിൽ മലനിരകൾ ആണ് നമുക്ക് അവിടെ അതിരായിട്ടുള്ളത്. സ്വകാര്യതയെ പൂർണ്ണമായി കീപ്പ് ചെയ്തുകൊണ്ട്, ഒരു ഗസ്റ്റുകളുടെ പൂർണ്ണമായ സ്വകാര്യതയെ കീപ്പ് ചെയ്തുകൊണ്ട് പച്ചപ്പും പ്രകൃതിയും മരങ്ങളും മലകളും അതിരിടുന്ന, കാവൽ നിൽക്കുന്ന, സ്വകാര്യത നൽകുന്ന മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണത്. നമ്മുടെ ചേട്ടന്മാരത് അവിടെ ചാടി തകർക്കുകയാണ് വെള്ളത്തിനത്. നമ്മുടെ കൂടെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വന്ന് ഇപ്പോൾ രാവിലെ ചിലവഴിച്ച ഒരു ടീമുണ്ട്. ഇവരുടെ ഒരു ഫീഡ്ബാക്ക് ചോദിച്ചാലോ? പറയൂ സാർ, എങ്ങനെയുണ്ടായിരുന്നു തുഷാരഗിരി അനുഭവം, ഹണി റോക്ക് അനുഭവം? ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എൻജോയ് ചെയ്തോ? വളരെ നന്നായി. ഈ പ്രോപ്പർട്ടിയൊക്കെ ചില അഭിപ്രായം എന്താണ്? ഒരു പക്ഷേ നമുക്കൊരു പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന വിധത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പ്രകൃതി രമണി എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട് സ്വദേശിച്ച കുന്നും മലകളും നമ്മുടെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേകിച്ച് പുതുമയില്ല. പക്ഷേ എങ്കിലും ദുബായ് പോലെ ബോംബെ പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ ഇതുവരെയുള്ള ജീവിതത്തിന്റെ പകുതിയിലേറെ ചെലവഴിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പച്ചപ്പും ഈ പ്രകൃതിയും ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാണ്. ഞാൻ അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇപ്പോൾ താമസിക്കുന്നത്. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അകമ്പാടം ഭാഗമാണ്. ഇതേപോലത്തെ അന്തരീക്ഷം തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല കാലാവസ്ഥ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തുഷാരഗിരി ഏതായാലും തുഷാരത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഗിരിപർവ്വതം പോലെ തന്നെയായിരിക്കുന്നു. ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള മലകളും കുന്നുകളും അതാണല്ലോ ഇവിടുത്തെ ഒരു ആസ്വാദനം. കോഴിക്കോട് നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ വേറിട്ട അനുഭവമായിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റ് ഇതര നാഗരിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർക്കും. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ അന്തരീക്ഷം ഏതാണ് ആർക്കും AC ഇല്ലാതെ ഉറങ്ങാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അന്തരീക്ഷങ്ങളാണ് തുഷാരഗിരിയെ വേറിട്ട് നിർത്തുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് വയനാടൻ കാലാവസ്ഥ, സെമി വയനാട് ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ഒന്നിപ്പം ഈ തുഷാരഗിരി ഉണ്ട്, ഒന്ന് ആനക്കാമ്പലും മറ്റു കക്കാടംപോയിൽ. അപ്പോൾ നമ്മുടെ ഒരു കോഴിക്കോടിന്റെ കൂട്ടി എന്നൊക്കെ പറയാം ഈ പ്രദേശത്ത്. തൽക്കാലം ഒന്നാമത്തെ കാര്യം വയനാട് ചുരത്തിന്റെ ബ്ലോക്ക് കാരണം ഇപ്പോഴും പലരും വയനാട്ടിൽ പോകാൻ മടിക്കുകയാണ്. ഇപ്പോൾ ചുരത്തിലെ ആ ട്രാഫിക് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ആ ട്രാഫിക് ഒഴിവാക്കി ഇപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഈ കൂട്ടത്തിൽ ഇപ്പോൾ വയനാട് കുന്നുകൾ കാണാത്തവർ, ചുരം കയറാത്തവരുണ്ട്. അവരൊന്ന് ചുരം കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമില്ല. കാരണം പോയിട്ട് ചിലപ്പോൾ പറ്റുമോ, തിരിച്ച സമയത്ത് പോകാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നമാണ് അത്. കൂട്ടത്തിലുള്ള പലരും ഡൽഹിയിൽ നിന്ന് വരുന്നത്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം പൊല്യൂഷനാണ്. അതെ അതെ അതെ. കൃത്രിമ മഴ പെയ്ക്കാൻ പോകുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം. അതെ അതെ. അവരുടെ റോഡുകളൊക്കെ ഇങ്ങനെ നനച്ചു പോവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഡൽഹിയിലെ ഒരാൾ ഇവിടെ വന്നാൽ അത്ഭുതപ്പെടും. നമ്മുടെ ഇതൊരു ഓക്സിജന്റെ കലവറയാണത്. നമുക്ക് നല്ല ഹെൽത്ത്. ഇവിടെ ഭക്ഷണമില്ലെങ്കിൽ പോലും ഈ അന്തരീക്ഷ വായു മാത്രം മതി ജീവിച്ചു പോകും. ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കാണുന്ന പ്രദേശം. ഡൽഹിയെ സംബന്ധിച്ചത് വലിയൊരു സ്വപ്നം. ഡൽഹിയിലുള്ളവർക്ക് ഇതൊരു വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും അത് വലിയ അനുഭവം. സാറിന് പറഞ്ഞിട്ടോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അവിടുത്തെ കാലാവസ്ഥയിൽ ഞങ്ങൾ ഒരുപാട് ശ്വാസം മുട്ടി. ഡൽഹി ഈസ് റിയലി ചോക്കിംഗ്. അതുപോലെ ശ്വാസം മുട്ടി. അതുപോലെ പുതിയ തലമുറ ചെറിയ പിള്ളേരൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ശ്വാസകോശ രോഗങ്ങൾ, ആസ്മയൊക്കെ വരുന്നത് അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെയൊക്കെ വന്നുണ്ടല്ലോ ഒരു വെറുതെ സ്വസ്ഥമായിരിക്കാമല്ലോ. ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി വെറുതെ. തീർച്ചയായിട്ടും 2 മാസം കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി നല്ല പൂർവാധികമായിട്ട് നല്ല രീതിയിലായി. തീർച്ചയായും. സാർ അങ്ങയുടെ പേര്? എൻ്റെ പേര് സാബു. വീട് പ്രോപ്പർ വീട് തൊടുപുഴക്കാരനാണ്. ഗ്രേറ്റ്. അതായത് അങ്ങനെ ഒരു തൊടുപുഴക്കാരനോട് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വന്നില്ലേ, അത് സന്തോഷമല്ലേ? അതാണ് സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. ഇവിടുന്ന് ഒരു വഴി കടന്നു പോകുന്നുണ്ട്. ഇത് പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഈ പ്രോപ്പർട്ടി തന്നെയുള്ള വ്യൂ പോയിന്റ് തുഷാരഗിരിയുടെ പശ്ചിമഘട്ട മലനിരകളുടെ, കാടിൻ്റെ, മേടിൻ്റെ, കാട്ടാറുകളുടെ ഒരു വിഗ്രഹ വീക്ഷണം നൽകുന്ന മനോഹരമായ ഒരു മലനിരയിലേക്കാണ്. എൻ്റെ മുകളിൽ ഒരിക്കലും പോയിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ല, തിരക്കാരണം ഇപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ മാർഗ്ഗമില്ല. കാരണം പ്രാക്ടീസിനടച്ച് കിട്ടുന്ന കുഞ്ഞു സമയമല്ലേ, ചെറിയ സമയമല്ലേ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കിൽ എത്തേണ്ട സമയമായി. ഇനി എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ അത് മറ്റൊരു ആവാം.
ഏതാണെങ്കിലും ഇതേ നടന്നു പോയാൽ അല്പം നടന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്നാൽ നമുക്ക് തുഷാരഗിരിയുടെയും വയനാടിൻ്റെയും മനോഹരമായ കാഴ്ച കിട്ടും. അത് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് കയറി പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകൾ തക്കാതൊക്കെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇവിടെയും ഇരിക്കാം, നിങ്ങൾക്ക് കാഴ്ചകൾക്കായി പ്രകൃതി അടുത്തറിയാൻ വേണ്ടി ഇരിക്കാം. ഈ വഴി കാട്ടുവഴി മുകളിൽ കയറിപ്പോയാൽ ആണ് ഞാൻ ആ പറഞ്ഞ മനോഹര സ്ഥലമുള്ളത്. മറ്റേക്കലാവാം അതിൻ്റെ കാഴ്ചകൾ. ക്ഷമിക്കണം, ഇനി നിൽക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് 1980കളിൽ പഠിച്ച ബോട്ടണിയുടെ ബാലപാഠങ്ങളാണ്. ഇതൊരു ഭീകരൻ ടെറിഡോഫൈറ്റാണ്. കണ്ടോളൂ. യെസ്, നമ്മുടെ ഫേൺസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടി. നമുക്കറിയാമല്ലോ, ആൽഗയിൽ നിന്നും ഫംഗസായി, ഫംഗസിൽ നിന്ന് അത് ടെറിഡോഫൈറ്റായി, ടെറിഡോഫൈറ്റിൽ നിന്ന് ജിംനോസ്പേംസായി, അതിനുശേഷം അത് ആൻജിയോസ്പേമായി. അങ്ങനെയാണല്ലോ സസ്യങ്ങളുടെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനെന്താ പറയുക, സസ്യങ്ങളുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ വന്ന് എല്ലാം കാണാം. ആൽഗകൾ മുതൽ ആൻജിയോസ്പേംസ് വരെയുള്ള പരിണാമത്തിൻ്റെ, സസ്യങ്ങളുടെ പരിണാമത്തിൻ്റെ എല്ലാ നന്മകളും ഈ ഒറ്റ പ്രോപ്പർട്ടിയിൽ ഉണ്ട്. പ്രകൃതിയെ അറിയാൻ ആഗ്രഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രകൃതിയെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ഹണി റോക്ക് നൽകുന്നത് കൃത്രിമമല്ലാത്ത, പ്രാകൃതമായ എന്ന വാക്കിനെ നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പ്രാകൃതം എന്ന വാക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രാകൃതമായ പ്രകൃതിയെ നിങ്ങൾ ആസ്വദിക്കാൻ, അടുത്തറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ളൊരു പാഠപുസ്തകം തന്നെയാണ് നമ്മുടെ ഹണി റോക്ക്. അതിനുള്ള എല്ലാ വിധത്തിലും ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരുപക്ഷെ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രോപ്പർട്ടിയുടെ ഉടമകൾ, പക്ഷേ അവരിൽ ഒന്നുണ്ടായിരുന്നു, തലമുറകളിലൂടെ പ്രകൃതിയെ സ്നേഹിക്കാൻ, പ്രകൃതിയെ പഠിക്കാൻ, പ്രകൃതിയെ കരുതാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റ തലമുറയുടെ ആ ജീൻ, ആ ജനറ്റിക്കൽ എന്താ പറയുക, ആ വൈബ്സ് അവരിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നും കുന്നൽ കുടുംബം ഈ മനോഹര സ്വർഗഭൂമിയെ അതിമനോഹരമായി പ്രസവിച്ചിരിക്കുന്നത്. വീണ്ടും പറയാം, നിങ്ങൾ ഹണി റോക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രകൃതി അറിയാനാണെങ്കിൽ മാത്രം വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷറിയുടെ പീക്കാണെങ്കിൽ കോഴിക്കോട് ടൗണിലും എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്. നിങ്ങളവിടെ തങ്ങിക്കോളൂ. പ്രകൃതി അടുത്തറിയാൻ, പ്രകൃതി നന്മകളെ ആത്മാവിൽ ആവാഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വന്നിരിക്കണം ഒരിക്കലെങ്കിലും ഇവിടെ കോഴിക്കോട് കോടഞ്ചേരി തുഷാരഗിരിയിലെ ഹണി റോക്ക് റിസോർട്ടിൽ. ഇവിടെ കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെയുള്ള ചെറിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കുടുംബമായിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള അത്യാവശ്യം ബേസിക്സ് ആയിട്ട് കളിക്കുന്ന അത്യാവശ്യം എല്ലാ സംഭവം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടില്ലേ, അവിടെ ജസ്റ്റ് കുട്ടികളെ ശരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ടൗണുകളിൽ നിന്നൊക്കെ വരുന്നവർക്കേ നാട്ടുമ്പുറത്തിൽ നിന്ന് നന്മകൾ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രദേശമാണിത്. അവിടെ ഇഷ്ടംപോലെ എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. ഓടക്കാടുകൾക്കുള്ളിൽ നമ്മുടെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ജസ്റ്റ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. റിയലി നിങ്ങൾക്ക് പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പ്രകൃതി നന്മകളിലേക്ക് അലിഞ്ഞു ചേരാൻ കോൺക്രീറ്റ് സൗധങ്ങളുടെ നമ്മുടെ ഇതിനു മുമ്പ് തുടങ്ങിയ വീടിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗസ്റ്റ് പറഞ്ഞതുപോലെ ഡൽഹിയിലെ പൊല്യൂട്ടഡ് എയറിൽ നിന്നും ശുദ്ധമായി ശ്വസിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയാറില്ലേ, പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ് വൃക്ഷങ്ങൾ എന്ന് പറയുന്ന പോലെ. അതെ, ആ ശ്വാസകോശത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരാം തുഷാരഗിരിയിലെ ഹണി റോക്കിലേക്ക്. ഹണി റോക്ക് തരുന്നത് പ്രകൃതിയിലെ നന്മയും സ്നേഹത്തിൻ്റെ തേനൂർന്ന കാഴ്ചകളുമാണ്. തീർച്ചയായിട്ടും അത് നഷ്ടമാവില്ല. ഒന്ന് എന്താ പറയുക, നമുക്ക് നമ്മളാവാൻ, നമ്മൾ വന്ന വഴികളെ തിരിച്ചറിയാൻ, നമുക്ക് എന്താ പറയുക സ്വയം തിരിച്ചറിയാൻ, പ്രകൃതിയുടെ ഭാഗമാകാൻ, അതിലങ്ങ് അലിഞ്ഞിരിക്കാൻ ഹണി റോക്ക് ഇസ് ദ ബെസ്റ്റ് വൺ.
ഓക്കെ, താങ്ക് യു.